ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു lijiskitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷുമായിട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ലെങ്ത് വരെ അതിന് വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയൊക്കെ ബാക്കി വരുന്ന ഇഡ്ഡലി മാവ് ഉണ്ടാവില്ലേ, ആ ഇഡ്ഡലി മാവ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. കാരണം കൂടുതൽ പുളിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം തന്നെ ഇത് തയ്യാറാക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക്, എനിക്കിപ്പോൾ 2 കപ്പ് മാവാണുള്ളത്, അതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു മുട്ട, 2 കപ്പ് മാവായതുകൊണ്ടാണ് ഒരു മുട്ട എടുക്കുന്നത്. കൂടുതൽ മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് എന്താ വെച്ചാൽ ഒരു നുള്ള് ജീരകം കൂടെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. അപ്പോൾ ഇത് 4 സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് ഓൾറെഡി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചേർത്ത് വെച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു അപ്പച്ചട്ടിയില്ലേ, നമ്മുടെ കാരയപ്പമൊക്കെ ചുടുന്ന, അത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത്, എന്നിട്ട് നടുവിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നടുവിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് സൈഡിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നടുവിൽ ഫസ്റ്റ് ഒഴിക്കുക, അപ്പോൾ ഈ എണ്ണയൊക്കെ സൈഡിലേക്ക് പോകും. അപ്പോൾ എല്ലാത്തിലും കറക്റ്റ് എണ്ണയായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ട ഇതിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ എല്ലാ സൈഡിലേക്ക് കൂടുതൽ എണ്ണ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ കൊണ്ട് കൂടുതൽ അപ്പം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ കാരയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എണ്ണ കുറച്ച് ചിലവാകും. ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും എല്ലാ സംഭവവും ഒരു പ്രാവശ്യമേ കാണിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്താ പറയുക, ആദ്യത്തെ ടൈമിൽ ഞാനത് കാണിക്കുന്നുള്ളൂ. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ്, എന്താ പറയുക, അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്തും കൂടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡായിട്ടുണ്ട്, ഇനി ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരോടും കൂടെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ കോവിഡൊക്കെ നന്നായിട്ട് പടർന്ന് പിടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കെയറായിട്ട് ഇരിക്കുക, നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, സാരമില്ല, അത് അതിൻ്റെ സൈഡിൽ നിന്ന് വെന്തോട്ടെ. അപ്പോൾ ഇപ്പോൾ ഇത് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് കുത്തിയെടുക്കാം. പപ്പടം കുത്തുന്ന കോലുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിനെ കൊണ്ട് കുത്തിയാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും ആയിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗോൾഡൻ യെലോയിഷ് കളർ കണ്ട്, അത് മുട്ട ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും വളരെ രുചിയാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.